ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, ആ സെക്ഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കുക. ടെക്സ്റ്റ് ബുക്ക് അപ്പൊ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 എടുക്കുക. 26 എടുത്തോ. ചിത്താരേക്കിൽ അങ്ങോട്ട് കയറി. 26. ആ 26ൽ ഹെഡിങ് എന്താണ്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. എന്താണ് അപ്പോ അതിന്റെ മലയാളം? കൂട്ടലും കുറയ്ക്കലും. കൂട്ടലും കുറയ്ക്കലും. ഇനി എല്ലാവരും അല്പസമയത്തേക്ക് ആ ഫോട്ടോ കോപ്പി ആ പേജിലോട്ട് വെച്ച് ഫോട്ടോ കോപ്പി ആ പേജിലോട്ട് വെച്ച് ബുക്ക് അടച്ചു വെച്ച് ഇങ്ങോട്ട് നോക്കി. അപ്പൊ മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ പറയുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് നോക്കും. അവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് റൈറ്റ് ട്രയാങ്കിൾ വന്നു. ഞാൻ ആ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നു. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഇതിന്റെ ബേസ് 1 മീറ്റർ ആണ്, പാദം 1 മീറ്റർ ആണ്. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ലംബവും എത്ര മീറ്റർ ആണ്? 1 മീറ്റർ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് 1 മീറ്റർ ഈച്ച്? അതാണ് ചോദ്യം. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ, ഒരു മട്ടത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ സൈഡുകളുടെ ലംബവശങ്ങളുടെ നീളം എത്ര മീറ്റർ ആണ്? 1 മീറ്റർ ആണ്. ഇങ്ങനെയുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദ പെരിമീറ്റർ, ഇതിന്റെ എന്തുകൂടെ കണ്ടുപിടിക്കണം? പെരിമീറ്റർ, ചുറ്റളവും കൂടി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത്രയും കാര്യം ഓക്കെ ആണല്ലോ. ആദ്യം എന്ത് ചോദിച്ചേക്കുന്നു? ഏരിയ, പരപ്പളവ്. എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിളിന് ഇപ്പൊ ABC എന്ന് പേര് കൊടുക്കുക എന്ന് വിചാരിക്കാം. പേരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്ത് പേര് കൊടുക്കാം. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവേ സമം അപ്പോ മൈക്ക് ഓഫ് ചെയ്തോ. ട്രയാങ്കിളിന്റെ ഏരിയ, ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ half BH equal half into B എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ബേസ്, പാദം. നമ്മുടെ പടത്തിലെ ബേസ് ആരാ? പാദം ആരാ? ആ പേര് BC ഇൻറ്റു ഹൈറ്റ്. ആരാ ഹൈറ്റ്? ഈക്വൽ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1. അടിപൊളിയായിട്ട് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1. അടിപൊളി. അതാണ് കറക്റ്റ്. നിങ്ങൾ ഇത്രയും അഗാധ പാണ്ഡിത്യമുള്ളവരാണ്. ഞാൻ 1/2. ഇവിടെ ഒരു നമ്പറിനെ 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം ആ നമ്പർ തന്നെ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ്? ഹാഫ്. യൂണിറ്റ് മീറ്റർ സ്ക്വയർ. എന്താണ്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, പരപ്പളവ് എത്രയാണ്? ഹാഫ് മീറ്റർ സ്ക്വയർ. ഓൾ സ്റ്റാൻഡപ്പ് ആ നോട്ടിൽ നോക്കിക്കുക എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓൺലൈൻകാർക്ക് 2 പേർക്ക് മനസ്സിലായോ? അപ്പൂന് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് അവരുടെ ചോദ്യം ചോദിച്ചേക്കുന്നത്, ഇനി ഫോട്ടോ കോപ്പി അടച്ചിട്ട് നോക്കിയിരുന്നേ. ഈ ട്രയാങ്കിളിന്റെ, ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും? ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ത്രികോണത്തിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ 3 സൈഡ്, 3 വശത്തിന്റെയും കൂടിയുള്ള
നീളങ്ങൾ തമ്മിൽ കൂട്ടണം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ രണ്ട് വശത്തിന്റെ നീളമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ, ആരില്ല. മൂന്നാമത്തെ വശമായ എ സിയുടെ നീളം നമ്മുടെ കൈവശം ഇല്ല. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ മൂന്നാമത്തെ വശമായ ആരെ കണ്ടുപിടിക്കണം? ഇത് നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിളാ അല്ലേ? അപ്പൊ എങ്ങനെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളമുണ്ട്, മൂന്നാമത്തെ വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം. എന്താണ്? അപ്പൊ യൂസിങ് പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് ആരാ? കർണമാരാ? എ സി. അപ്പൊ എ സി സ്ക്വയർ ഈക്വൽ പാദം ബേസ് ബി സി. അപ്പൊ ബി സി സ്ക്വയർ പ്ലസ് ലംബം ഓൾട്ടിറ്റ്യൂഡ് എ ബി സ്ക്വയർ. അറിയാവുന്ന വില പറഞ്ഞേ. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എത്ര? 1. 1 സ്ക്വയർ എത്ര? 1 പ്ലസ് 1. ഇത് ആരുടെ വിലയാ? എ സി സ്ക്വയറിന്റെ വിലയാ. അപ്പൊ എ സി എത്ര കിട്ടും? √2. ആണോ ശരിയേ? ആണ്. √2 മീറ്റർ. √2. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്കും എ സി കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി നമുക്കപ്പൊ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ, ചുറ്റളവ് കണ്ടുപിടിക്കാമല്ലോ. പറഞ്ഞാട്ടെ. പെരിമീറ്റർ ചുറ്റളവേ സമം. അപ്പൊ മൈക്ക് ഓഫ് ചെയ്തു. പറഞ്ഞിട്ട് എങ്ങനെ കണ്ടുപിടിക്കും പെരിമീറ്റർ ചുറ്റളവ്? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. എത്രയാണ് എ ബിയുടെ നീളം? 1 പ്ലസ് ബി സി 1 പ്ലസ് എ സി √2. 1 പ്ലസ് 1 എത്ര? 2 പ്ലസ് √2 ഈക്വൽ 2 പ്ലസ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ √2ന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശ വില പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 1. നമ്മൾ തൽക്കാലം 1.41 4 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 എന്ന് പറഞ്ഞാൽ കണക്കിൽ 2.00 എന്നാണ് അർത്ഥം. അതിനോടുകൂടി 1.41 കൂട്ടണം. അപ്പൊ 1 4 2 1 3 3.41 യൂണിറ്റ്. പെരിമീറ്റർ ചുറ്റളവാ യൂണിറ്റ്. ഈ 3 നീളം കൂടെ കൂട്ടുമ്പോ കിട്ടുന്ന ലെങ്താ. അപ്പം മീറ്റർ. എന്താണ്? അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ്? 3.41 മീറ്റർ ആണ്. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? ഓൾ സ്റ്റാൻഡപ്പ്. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ബോർഡിലേക്ക് നോക്കിക്കോളൂ. ചോദ്യം. ഞാൻ ബോർഡിൽ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. എന്ത് വരച്ചിട്ടുണ്ട്? മലയാളത്തിൽ ചതുർഭുജം വരച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ചതുർഭുജത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കും. ഓക്കെ, ക്ലാസ് ഇരിക്കുന്ന ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ, ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ അഥവാ ചതുർഭുജത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? അതിന്റെ 4 സൈഡ് അറിയണം. നോക്കാം. ഒന്നാമത്തെ സൈഡ്, ഒന്നാമത്തെ വശമായ AB അറിയാമോ? അറിയാം. എത്ര? രണ്ടാമത്തെ വശമായ BC അറിയാമോ? 1 മീറ്റർ. മൂന്നാമത്തെ വശമായ CD അറിയാമോ? അതും 1 മീറ്റർ. നാലാമത്തെ വശമായ AD അറിയാമോ? എന്നാൽ ഇതേ ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം
അതായത് ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ എക്സസൈസ് 1 മൂന്നാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു പോകുന്നൊരു 3 കണക്ക് ചെയ്തില്ലേ? അപ്പൊ ഈ ഫിഗറിൽ AC എത്രയായിരുന്നു അന്നേരം? √2. നമ്മൾ അടുത്ത റൈറ്റ് ട്രയാങ്കിൾ പരിഗണിക്കും. അതിന്റെ ബേസ് 1 ഓൾട്ടിറ്റ്യൂഡ് √2 വരുമ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോ ഈ ADയുടെ വില എത്ര എന്ന് കിട്ടും? √3. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതാണ് നമ്മൾ ദിവസം പഠിച്ച ചോദ്യ കണക്ക് ആണല്ലോ. അപ്പൊ 4ാമത്തെ വശമായില്ലേ? ഓക്കെ, ഓൺലൈൻകാർക്ക് ആ 4ാമത്തെ വശം കിട്ടുന്ന എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മള് ഈ ക്വാഡ്രിലാറ്ററലിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ്. ക്വാഡ്രിലാറ്ററലിന്റെ കണ്ടുപിടിക്കാൻ പോവാണ് പെരിമീറ്റർ, ചുറ്റളവ്. പറഞ്ഞാട്ടെ, എങ്ങനെ കണ്ടുപിടിക്കും പെരിമീറ്റർ ചുറ്റളവ്? AB പ്ലസ് BC പ്ലസ് CD പ്ലസ് DA അഥവാ AD. എത്രയാണ് AB? 1 പ്ലസ് എത്രയാണ് BC പ്ലസ് എത്രയാണ് CD പ്ലസ് എത്രയാണ് AD? 1 പ്ലസ് 1 പ്ലസ് 1 3 പ്ലസ് √3 ഈക്വൽ 3 പ്ലസ് √3യുടെ വില 1.3യും 1.73യും കൂടെ ആഡ് ചെയ്താൽ 4.73 മീറ്റർ ആണ്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ, ഈ ചതുർഭുജത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ക്ലിയർ ആയോ? ഓക്കെ, ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഹെൽത്തി ഹ്യൂമൻ ഹെൽത്തിനെസ്, സ്ത്രീകളുടെ ആരോഗ്യം. ഇവിടെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പരിപാടി ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 29 എടുക്കുക. 29 എടുത്തോ. അവിടെ 1, 2, 3, 4 ചോദ്യങ്ങളുള്ള ഒരു സെക്ഷൻ കണ്ടോ? അതിന്റെ മണ്ടക്കോട്ട് പുസ്തകത്തിൽ എഴുതുക എക്സസൈസ് 2. എക്സസൈസ് ഓൺലൈൻകാരി കണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നസ്ര എഴുന്നേറ്റിട്ട് എക്സസൈസ് 2 1ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. എന്താണ് കുട്ടി വായിച്ച ചോദ്യം? ചോദ്യം ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ച്. ഇനി എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ചുകൊണ്ട് നോക്കിയിരിക്കാം. അപ്പൊ അപ്പു ആരെ കുറിച്ചാണ് ചോദ്യം പറയുന്നത്? ഒരു മട്ടത്രികോണത്തെ കുറിച്ച്. ഞാൻ റഫായിട്ടൊരു മട്ടത്രികോണം വരച്ചു. ആ മട്ടത്രികോണത്തിന് വൈകെ ഞാൻ ABC എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 1 and 1/2. 1ഉം 2ലും. ഇതാണ് നാടൻ ഭാഷയിൽ നമ്മൾ 1.5 എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഓക്കെ, പിന്നെ അടുത്തത് ഒരദർ സൈഡ്. ഇനിയുള്ള 2 സൈഡുകളിൽ ഒരു വശത്തിന്റെ നീളം എത്ര ഉണ്ട്? 1/2 മീറ്റർ, ഹാഫ് മീറ്റർ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 1/2 മീറ്റർ ഉണ്ട്. എത്ര ഉണ്ട്? 1/2 മീറ്റർ. ഇനി എന്തോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കണം. എവിടെ? അപ് ടു എ സെന്റിമീറ്റർ. അപ് ടു, അത് നമുക്ക് അവസാനം വരുമ്പോൾ എന്താണ് ഈ അപ് ടു എ സെന്റിമീറ്റർ എന്നുള്ളത് പുറകാലെ പറയാം. ഇരിക്കും. അപ്പൊ ഇതിന്റെ എന്തോ കണ്ടുപിടിക്കണം? പെരിമീറ്റർ. ബുക്കൊക്കെ അടച്ചു വെച്ച് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ, ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡായ ലംബമായ ആരെ കണ്ടുപിടിക്കണം? AB. ABയെ എങ്ങനെ കണ്ടുപിടിക്കും? അത് തന്നെ പൈതഗോറസ് തിയറം. എന്താ പറയണം? പറഞ്ഞാട്ടെ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
ആരാണ് ഈ പടത്തിലെ ഹൈപ്പോട്ടന്യൂസ്? കർണം ആരാണ്? എ സി. അപ്പൊ എ സി സ്ക്വയർ ഈക്വൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണല്ലോ. അറിയാവുന്ന വില കൊടുത്താട്ടെ. എ സി എത്ര? 1 ആൻഡ് 1/2 the whole square equal 1/2 സ്ക്വയർ എ പ്ലസ് എ ബി സ്ക്വയർ ആണല്ലോ. ഈ 1 ആൻഡ് 1/2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. മലയാളത്തിൽ മിശ്ര ഭിന്നം എന്ന് പറയും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം, വിഷമ ഭിന്നമാക്കാം. എങ്ങനെ? ഈ 1 2 ആദ്യം ഗുണിക്കണം. 1 × 2 അതിനോട് കൂടി വേണ്ടി 1 കൂട്ടണം 3. അപ്പൊ 3/2 the whole square equal 1/2 സ്ക്വയർ എ പ്ലസ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യ. എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അംശത്തിന്റെ വർഗം ഭാഗം ഛേദത്തിന്റെ വർഗം. 3ന്റെ സ്ക്വയർ 9 ബൈ 2ന്റെ സ്ക്വയർ. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ നിങ്ങൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 പ്ലസ് അല്ല നമുക്കാരുടെ വേണ്ടത് എ ബിയുടെ. അത് കണ്ടുപിടിക്കും. ഇതെവിടെ നിർത്തിക്കൊണ്ട് ഇത് ഇങ്ങിപ്പുറത്തോട്ട് വരല്ലോ. 9/4 മൈനസ് 1/4 ഈക്വൽ. ഇത് രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യാൻ നസ്രേ വളരെ എളുപ്പമാണ്. എന്താ കാര്യം? ഡിനോമിനേറ്റർ ആര്യ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡിനോമിനേറ്റർ അങ്ങോട്ട് എഴുതിയിട്ട് ആ ഛേദം അങ്ങോട്ട് എഴുതിയിട്ട് ന്യൂമറേറ്റർ അംശം സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 9 മൈനസ് 1 ഈക്വൽ എ ബി സ്ക്വയർ. 9 ൽ 1 കുറച്ചാൽ 8. 8/4 ഈക്വൽ എ ബി സ്ക്വയർ. അപ്പോൾ എ ബിയുടെ വില √8/. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ റൂട്ട്? അല്ല, ഒരു സെക്കൻഡ്. 8/4 എന്ന് പറഞ്ഞാൽ എത്ര? 2 ഈക്വൽ എ ബി സ്ക്വയർ. 8നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലേ? 4 2 അല്ലേ 8 എന്ന് പറയുന്നത്. അപ്പൊ 8നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2. അപ്പൊ 2 ഈക്വൽ എ ബി സ്ക്വയർ. മനസ്സിലായില്ലേ? 8നെ 4 കൊണ്ട് ഹരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. 4 2 8. ഇപ്പോഴാ കത്തിയത്. ഓക്കെ. എ ബി സ്ക്വയറിന്റെ വില 2 ആണെങ്കിൽ എ ബിയുടെ വില എന്തോ വരും? √2. എ ബി ഈക്വൽ √2. യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡായ ലംബമായ ആരെ കിട്ടി? എ ബിയെ കിട്ടി. അപ്പൊ ഇനി എന്തോ നമ്മളോട് ചോദിച്ച ചോദ്യം എന്ത് വരും? ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ പറഞ്ഞാട്ടെ. പെരിമീറ്റർ ഈക്വൽ ചുറ്റളവേ സമം പെരിമീറ്റർ ഈക്വൽ ചുറ്റളവേ സമം എ ബി പ്ലസ് ബി സി പ്ലസ് ഈക്വൽ എ ബി എത്ര? √2 പ്ലസ് ബി സി എത്ര? 1/2 പ്ലസ് എ സി എത്ര? 1 ആൻഡ് 1/2. ഇതൊന്നും കണ്ട് നമ്മൾ ബേജാറാകരുത് കേട്ടോ. √2 പ്ലസ് അരയും 1.5 കൂടെ കൂട്ടിയാൽ 2. സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? ഇത് 1.5, ഇത് അര. 1.5 അരയും കൂടെ കൂട്ടിയാൽ 2. അപ്പൊ √2ന്റെ വില 1.41 പ്ലസ് 2 കൂട്ടുമ്പോ 3.41. അത്രയും അല്ല, അവരെന്തോ സെന്റിമീറ്ററിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ ചെയ്യണ്ട. ദിസ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ ആൻഡ്
41 സെന്റിമീറ്റർ ഇങ്ങനെ എഴുതാനാണ് ഉദ്ദേശിച്ചത്. ഇതെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മീറ്റർ ആയിരിക്കും. അത് അപ് ടു സെന്റിമീറ്റർ മീൻസ് സെന്റിമീറ്ററിന് വരെ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്ര ഉണ്ട്? 3 മീറ്ററും 41 സെന്റിമീറ്റർ. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? ഓൺലൈൻകാർക്ക് രണ്ടുപേർക്കും പിടി കിട്ടിയോ? യെസ് സർ. ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ഫോട്ടോ കോപ്പിയൊക്കെ മാറ്റിവെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻടു 2 triangles along a line through the middle. മോദി, അതായത് ആര്യ ചോദ്യത്തിൽ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഈ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്ത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ. ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ 2 സൈഡിൽ എത്ര എഴുതി വെച്ചിട്ടുണ്ട്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മലയാളം സമഭുജ ത്രികോണം എന്ന് പറയും. എന്ത് പറയുന്നു? അതിന്റെ ഈ 2 സൈഡ് എത്ര മീറ്റർ വെച്ചുണ്ട്? 2 മീറ്റർ വെച്ച്. എത്ര വെച്ചുണ്ട്? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ താഴത്തെ വശവും എത്ര മീറ്റർ ഉണ്ടായിരിക്കും? 2 സെന്റിമീറ്ററോ? 2 മീറ്റർ ഉണ്ടായിരിക്കും. അതെന്താ ഇവിടെ കൊടുക്കാൻ? അല്ല, നമുക്ക് മനഃപൂർവ്വം പണി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മനഃപൂർവ്വം ഇപ്പൊ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഓട്ടോമാറ്റിക് ആയിട്ട് താഴത്തെ വശത്തിന്റെ നീളവും എത്ര ആയിരിക്കും? 2 മീറ്റർ ആയിരിക്കും. ഇനി ഇതിനെ എന്ത് ചെയ്തു? കട്ട് ഇൻടു 2 triangles along a line through the middle. ഇതിന്റെ നടുക്കൂടെ ഒരു വര വരച്ചിട്ട് ഈ ട്രയാങ്കിളിനെ, ഈ ത്രികോണത്തിനെ എന്താക്കി മാറ്റി? രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആക്കി മാറ്റി. 2 ട്രയാങ്കിൾ ആക്കിയെന്ന് അവർ പറയുന്നുള്ളൂ. റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് മനസ്സിലായി. ഒന്നാമത് ചോദ്യം, വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ഇങ്ങനെ കിട്ടുന്ന 2 ട്രയാങ്കിളിലെ ഒരെണ്ണത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ? ആ ചെറുതിന്റെ പെരിമീറ്റർ ഉണ്ടല്ലോ, അത് വലുതിന്റെ പെരിമീറ്ററിനെ, ചുറ്റളവിനെ അപേക്ഷിച്ച് എത്ര കുറവാണ്? എത്ര? ചോദ്യം മനസ്സിലായോ? വലുതിന്റെ പെരിമീറ്റർ ആയിരിക്കുമല്ലോ കൂടുതൽ, ചെറുതിന്റെ പെരിമീറ്റർ കുറവായിരിക്കും. ആ ചെറുതിന്റെ പെരിമീറ്റർ വലുതിന്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ്? മനസ്സിലായോ? വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ അപേക്ഷിച്ച് ചെറുതിന്റെ പെരിമീറ്റർ എത്ര കുറവുണ്ട് എന്നുവെച്ചാൽ അവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കണം. ചോദ്യം പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡേർഡ് ഓൺലൈൻകാർക്ക് 2 പേർക്ക് ചോദ്യം മനസ്സിലായോ? യെസ് സർ. ദയക്ക് യെസ് സർ. അപ്പൊ എന്ന മലയാളത്തിലുള്ള ചോദ്യം ഒന്ന് വായിച്ചേ. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇവയിലൊന്നിന്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ്? മുഴുവൻ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ഓക്കെ, ബോർഡിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിനെ 2 ആയിട്ട് മുറിച്ചു വെച്ചു അല്ലേ? എല്ലാം അടച്ചു വെച്ചോടെ നോക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ മുറിച്ചു വെച്ചതിലെ ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്തു. ഒരു ട്രയാങ്കിള് എടുത്തിട്ട് ഞാൻ ആ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? ABC എന്ന് പേര് കൊടുത്തു. ഈ ബിയിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90. വല്ലവരെയും കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താണ്? AC 2 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനിയാണ് വളരെ വളരെ എത്ര AB എന്ന് ആര് പറഞ്ഞു? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ
സമഭുജ ത്രികോണമാണെങ്കിൽ നമ്മൾ ആ വരച്ചു വെച്ചേക്കുന്ന പെർപെൻഡിക്കുലാർ ലൈൻ ഉണ്ടല്ലോ, ലംബരേഖ, അത് താഴത്തെ വശത്തിനെ താഴത്തെ വശം എന്ന് പറഞ്ഞാൽ ഈ വശം, അതിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റും, രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മുറിക്കും. അപ്പൊ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര വരും? 1 മീറ്റർ. അതായത് ഇത്രയും 1 മീറ്റർ ഉണ്ട്, ഇത്രയും എത്ര മീറ്റർ ഉണ്ട്? 1 മീറ്റർ ഉണ്ട്. അത്രയും ഓക്കെ ആണോ? അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ, ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണ്ടേ? അതുണ്ടോ കയ്യിൽ? ഇല്ല. ഇങ്ങനെ കണ്ടുപിടിക്കും സാർ. ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. എന്താ അപ്ലൈ ചെയ്യണം? പറഞ്ഞാട്ടെ. യൂസിങ് പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് കർണവർഗം സമം പാദവർഗം അധികം ചിത്താരെ ലംബവർഗം. ആണോ? വില കൊടുക്കൂ. ആരാണ് ഹൈപ്പോട്ടിന്യൂസ്? കർണം. ആരാ? AC. അപ്പൊ AC സ്ക്വയർ ഈക്വൽ 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോട്ടിന്യൂസ്, കർണം. അപ്പൊ AC സ്ക്വയർ ഈക്വൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഓക്കെ ആണോ? അറിയാവുന്നവരൊക്കെ വില കൊടുത്താട്ടെ. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അപ്പൊ 2 സ്ക്വയർ എത്ര? 4 ഈക്വൽ 1 സ്ക്വയർ എത്ര? 1 പ്ലസ് BC സ്ക്വയർ. അപ്പോൾ BC സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? BC സ്ക്വയർ ഈക്വൽ 4 മൈനസ് 1. ഈ 1 ഇപ്പുറത്തോട് കുറച്ചു. അപ്പോൾ BC സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. BC സ്ക്വയറിന്റെ വില 3 ആണെങ്കിൽ BC യുടെ വില √3. അപ്പോൾ മൂന്നാമത്തെ സൈഡും കിട്ടിയില്ലേ? എങ്കിൽ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, ത്രികോണം ABCയുടെ പരപ്പളവ്. പറഞ്ഞാട്ടെ. ആരെയൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? AB പ്ലസ് മിണ്ടുന്നില്ല എന്തോ BC പ്ലസ് AC. AB പ്ലസ് BC പ്ലസ് AC. എല്ലാവരും നമ്മുടെ കയ്യിലുണ്ടോ? AB BC AC ഒക്കെ ഉണ്ടോ? പ്ലസ് AC. എത്രയാണ് AB? എത്ര? നേരം വിളിക്കുവോ? AB എത്ര? 1 പ്ലസ് BC എത്ര? BC √3 പ്ലസ് AC 2. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ അപ്പൊ 3 പ്ലസ് √3. 3 പ്ലസ് 3 പ്ലസ് √3 ആണോ? അപ്പൊ 3 പ്ലസ് √3യുടെ വില 1.73. 3ഉം 1.73 കൂടെ ആഡ് ചെയ്താൽ 4. ഇതാണ് ആരുടെ പെരിമീറ്റർ, ആരുടെ ചുറ്റളവ്? നമുക്ക് ഇങ്ങനെ മുറിച്ച് കിട്ടിയ ABC എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളിന്റെ, ചെറിയ ത്രികോണത്തിന്റെ പെരിമീറ്റർ. ഇനി അവർ രണ്ടാമത്തെ പാർട്ടിൽ എന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ടല്ലോ. ഈ പെരിമീറ്റർ, ഈ ചുറ്റളവ് വലുതിന്റെ പെരിമീറ്ററിനേക്കാൾ, വലുതിന്റെ ചുറ്റളവിനേക്കാൾ എത്ര കുറവാണെന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇനി എന്തോ കണ്ടുപിടിക്കണം? വലുതിന്റെ പെരിമീറ്റർ, വലുതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ? പെരിമീറ്റർ ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ പറഞ്ഞാട്ടെ. 2 പ്ലസ് 2 ഈക്വൽ 6 ആണോ വലുത്? 4.73 ആണോ വലുത്? നീയേ ആരാ വലുത്? അടിപൊളിയായിട്ട് 6 മീറ്റർ ആണോ വലുത്? 4.73 മീറ്റർ ആണോ വലുത്? 6 മീറ്റർ. അപ്പൊ ഇനി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഡിഫറൻസ്, വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? 6 മൈനസ് 4.73. 6 മൈനസ് 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6.00 മൈനസ് 4.73. പറയാം. 0-ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റൂ? ഇല്ല. ഇപ്പുറത്തുനിന്ന് കടമെടുക്കാന്ന് വെച്ചാൽ അവിടെ തെണ്ടി പാപ്പനായിട്ടിരിക്കുകയാണ് സാർ. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് കടമെടുക്കണം. അവിടെ എത്രയായി?
6. കടമെടുത്താൽ ഇത് എത്ര ആകും? 5. എന്നിട്ട് ആദ്യത്തെ സ്ഥാനത്ത് കൊണ്ടുപോയി അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ അവിടെ എത്ര ആകും? ആദ്യം 10. എന്നിട്ട് ആ 10 അങ്ങോട്ട് കടമെടുക്കുമ്പോ ഇവിടെ 9ഉം ഇവിടെ 10ഉം. 10 3 കുറച്ചാൽ 7. 9 7 കുറച്ചാൽ 2. പോയിന്റ് 5 4 കുറച്ചാൽ അപ്പൊ ആൻസർ 1 പോയിന്റ് എന്ന് വെച്ചാൽ വലുതിന്റെ പെരിമീറ്ററിനേക്കാൾ വലുതിന്റെ ചുറ്റളവിനേക്കാൾ 1.27 മീറ്റർ കുറവാണ് ആരുടെ പെരിമീറ്റർ, ആരുടെ ചുറ്റളവ്? ചെറുതിന്റെ. ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കി. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് മനസ്സിലായോ? Yes, sir. Yes, sir. ആ ഉം. ആ ആ ഇരിക്കാം. നമുക്ക് ആദ്യം ഉത്തരം പറഞ്ഞിട്ട് ബാക്കിയിലേക്ക്. അപ്പൊ ചോദ്യം ആരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? ഒരു മട്ടത്രികോണത്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവര് ഫിഗർ തരാത്തത് കൊണ്ട് നമ്മൾ റഫായിട്ടൊരു ഫിഗർ വരച്ചു. എന്നിട്ട് നമ്മൾ അതിന് ABC എന്ന് പേര് കൊടുത്തു. പേര് കൊടുത്തു. ഇതിന് പകരം BQRS എന്നോ XYZ എന്നോ എന്തോ വേണമെങ്കിലും പേര് കൊടുക്കും. ഇതിന്റെ എന്തൊക്കെയാ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? അതുകൊണ്ട് ഇതിന്റെ എന്തൊക്കെയാ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്? പെർപെൻഡിക്കുലാർ സൈഡ്, ലംബവശങ്ങളുടെ നീളങ്ങൾ എത്രയൊക്കെയാണ്? √2ഉം √3ഉം. അപ്പൊ ബോർഡിലേക്ക് നോക്കാം. ഞാൻ തൽക്കാലം ഇതിലെ AB √2 ആയിട്ടും BC √3 ആയിട്ടും എടുത്തു. ഇത് തിരിച്ചെടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം പെർപെൻഡിക്കുലാർ സൈഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ആകാം. പക്ഷെ അതുകൊണ്ട് എവിടെ എഴുതരുത്? ഹൈപ്പോട്ടന്യൂസിൽ, കർണത്തിൽ എഴുതരുത്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഐശ്വരി, ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം, കർണം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? അല്ല, അതെങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം പറഞ്ഞാട്ടെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. പറഞ്ഞാട്ടെ. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആരാ? കർണം. AC സ്ക്വയർ ഈക്വൽ BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. ആണോ? അറിയാവുന്നവരൊക്കെ വില പറഞ്ഞാട്ടെ. മീനാക്ഷി വിളിക്കാൻ വന്നിട്ട് ലീഷണത്തിന്റെ പേരിൽ പറഞ്ഞാട്ടെ. AC സ്ക്വയർ ഇസ് ഈക്വൽ ടു √3യുടെ സ്ക്വയർ പ്ലസ് √2ന്റെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എത്ര വരും? 3. √3യുടെ സ്ക്വയർ എത്ര? അങ്ങനെ സ്ക്വയർ എടുത്തപ്പോ 3 വന്ന്. റൂട്ടുള്ള നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആരങ്ങ് പോകും? റൂട്ട് അങ്ങ് പോകും. എന്തങ്ങ് പോകും? അപ്പൊ √3യുടെ സ്ക്വയർ 3 പ്ലസ് √2ന്റെ സ്ക്വയർ 2. 3 + 2 ഈസ് ഈക്വൽ ടു, ഇത് ആരുടെ വിലയാ? AC സ്ക്വയറിന്റെ വില. അപ്പൊ AC എന്തോ കിട്ടും? √5. AC എത്ര കിട്ടി? √5. യൂണിറ്റ് എന്തോ? സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് ഇത്രയും ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇല്ലെന്നാ ഒപ്പ് പറഞ്ഞു. Yes, sir. ഓക്കെ. എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്തോ സിത്താര സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഹൗ മച്ച് മോർ? എത്ര കൂടുതലാണ്? ആരാ? ഈസ് ദ സം ഓഫ് ദി പെർപെൻഡിക്കുലാർ സൈഡ്സ് ദാൻ ദി ഹൈപ്പോട്ടനസ്. അപ്പൊ എന്ന് പറഞ്ഞാലേ ഈ പെർപെൻഡിക്കുലാർ സൈഡുകളുടെ, ഈ ലംബവശങ്ങളുടെ സം കണ്ടുപിടിക്കും. അപ്പൊ പറഞ്ഞാട്ടെ, സം എന്ത് വരും? √2 പ്ലസ് √3. √2 എത്ര?
ആ 1.41 1.73 കൂടെ കൂട്ടുക. 3 1 4 7 4 11 ശിഷ്ട 1 അത് ഇങ്ങോട്ട് കൂട്ടി 1 1 2 1. അപ്പൊ പെർപെൻഡിക്കുലാർ സൈഡുകളുടെ ലംബവശങ്ങളുടെ നീളങ്ങളുടെ തുക സം എത്ര കിട്ടി? 3.14. ഇനി ചോദ്യം, ഇത് 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 ഹൈപ്പോട്ടിന്യൂസിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ how much more is the sum of the perpendicular sides than the hypotenuse എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം ഹൈപ്പോട്ടിന്യൂസിനേക്കാൾ എത്ര വലുതാണ് എന്ന് പറഞ്ഞ അർത്ഥം. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? 3.14 minus √5. This is equal to 3.14 minus √2-നും √3-ക്കും ഒക്കെ വിലയുള്ളതുപോലെ √5-ന് ഒരു വിലയുണ്ട് 2.23. 2. ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഇനി സബ്ട്രാക്ട് ചെയ്യണം. 3.14 മൈനസ് 2.4-ൽ നിന്ന് 3 കുറച്ചാൽ 1. 1-ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കടമെടുത്താൽ ഇവിടെ എത്ര വരും? 11-ൽ നിന്ന് 2 കുറച്ചാൽ 9. 2-ൽ നിന്ന് 2 കുറച്ചാൽ അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ സൈഡുകളുടെ ലെങ്തുകളുടെ അത് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല. CBSE-ക്കാർക്ക് ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നമുക്ക് നേരിട്ട് റൂട്ട് അറിയാത്ത ഏത് നമ്പറിന്റെ റൂട്ട് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അതാണ് പരമ്പരാഗതമായ മെത്തേഡ്. പിന്നെ ചാറ്റ് GPT-യും ജെമിനിയും ഒക്കെ ഉള്ള കാലത്തിൽ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ തൽക്കാലം √2, √3, √5 വരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അല്പം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ മുൻകാല ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യും. ഇതല്ലാതെ ആരുടെയെങ്കിലും വില ആവശ്യമായി വരികയാണെങ്കിൽ പേടിക്കേണ്ട, ഇതിനകത്തൊക്കെയുള്ള സാധനങ്ങളെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യത്തുള്ളൂ. ഇതിന് വെളിയിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവര് നിങ്ങളെ ചെറുതായിട്ടൊന്ന് സഹായിക്കും. എങ്ങനെ? അതിന്റെ ഏകദേശ വില എവിടെ തരും? ക്വസ്റ്റ്യനകത്ത് തരും. എങ്കിലല്ലേ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ സംഗതി. അപ്പോ 2 പെർപെൻഡിക്കുലാർ സൈഡുകളുടെ 2 ലംബവശങ്ങളുടെ നീളങ്ങളുടെ തുക ഹൈപ്പോട്ടിന്യൂസിനേക്കാൾ കർണത്തിനേക്കാൾ എത്ര കൂടുതലാണ്? 0.91 സെന്റിമീറ്റർ കൂടുതലാണ്. കാര്യം ഇവിടെ കിട്ടിയോ? ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.